ഗൈഡ്സ് ഇറ്റ്സ് മീ TGS ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ നിർത്തിയെടുത്ത് വെച്ചാണ് നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ബെഡങ്ങ് നമുക്ക് പൊട്ടിച്ചെടുത്ത് തരാം. ഓക്കെ, നമുക്കങ്ങ് പയ്യങ്ങ് നടന്നങ്ങ് പോയത്. അവിടെ 2 ഷീപ്പ് കാണാം. ഷീപ്പിനെ അതങ്ങ് വെട്ടിയത് കാരണം ഫുഡില്ല. ഇന്നലെ നമ്മളെ ആ ഒരു സ്കെലറ്റനടിച്ചിട്ട് നമ്മുടെ ഹെൽത്തൊക്കെ പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ലക്ഷ്യം നമുക്ക് കുറച്ച് അയൺ ഏതെങ്കിലും സ്ഥലത്തുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം. ഓക്കെ, നമുക്ക് ആ ബൂളങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് റോമട്ടൻ്റെ ആ പീസ് അങ്ങ് എടുത്തേക്കാം. ഓക്കെ, അത് കഴിച്ചേക്കാം. എന്നിട്ട് പോയേക്കാം. ഓക്കെ, ഇനി പോവാം. എങ്ങോട്ട് പോകണം? ഇപ്പോൾ എങ്ങോട്ട് പോകണം? ഏത് സൈഡിലോട്ട് പോകുന്നൊരു പിടി കിട്ടണമല്ല. ഇങ്ങോട്ട് പോകണ അപ്പടി ഒരു ടെറൈൻ അത്ര കൊള്ളൂല. കാരണം ഇങ്ങോട്ട് പോവാം. ഇവിടെ നമ്മൾ വന്നോ? ഇങ്ങോട്ടേക്കും വേണ്ട. ഇങ്ങോട്ടേന്നൊക്കെ പയ്യെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഓ, ഇവിടെ ഫുള്ള് ജംഗിളാണ്. വേണ്ട, ജംഗിള് വേണം. എന്തായാലും പോയേക്കാം. ജംഗിളായതുകൊണ്ട് ഇവിടെ പാണ്ടേനൊക്കെ കാണാൻ പറ്റും. കിട്ടുമോ നോക്കാം. ഓക്കെ, ലാവ കാണുന്നുണ്ട്. ലാവ ചാടണ്ട. പയ്യെ അങ്ങ് സൈഡിലോട്ടങ്ങ് പോയേക്കാം. ഓക്കെ, നമ്മളവിടെ നിന്ന് കിടന്നത് ഇവിടെ കുറേ ബേർഡ്സ് കാണുന്നത്. ഒരു പാണ്ട. നമുക്ക് പയ്യെ ഒരു അടി കൊടുത്തിട്ടങ്ങ് പോയേക്കാം. അടി. ഓക്കെ, നമ്മളതിന് പയ്യെ നമ്മളങ്ങ് അടിയങ്ങ് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്കിത് വാട്ടർ മെലൺ ഇതുണ്ടെങ്കിൽ നമുക്ക് എൻചാൻറ്റഡ് വാട്ടർ മെലൺ പീസ് ഉണ്ടാക്കാൻ പറ്റും. നമുക്കപ്പോൾ ഇതും കൂടി അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഇതെടുത്തിട്ട് നമുക്ക് എൻചാൻറ്റഡ് വാട്ടർ മെലൺ മറ്റേ ബ്ലൂ കളറിൽ തിളങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് എൻഡർ ഡ്രാഗനൊക്കെ ബീറ്റ് ചെയ്യാം. ഇതിൻ്റെ സീഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് നമുക്ക് ഫാം ചെയ്തെടുക്കാം. സീഡ്സും കിട്ടും. ഓക്കെ, നമുക്കതങ്ങ് എടുത്തേക്കാം. മൊത്തം അങ്ങ് എടുത്തേക്കാം. നമ്മുടെ സോഡ് പൊട്ടിപ്പോയി. നമ്മളെ സ്റ്റിക്ക് വെച്ചാണ് നമ്മളിപ്പോൾ തൽക്കാലം നമ്മളങ്ങ് അടിച്ചെടുക്കണത്. ഓക്കെ, നമുക്ക് ഇത് വെച്ചങ്ങ് ഇച്ചിരി തിന്നിട്ടങ്ങ് പോയേക്കാം. ഓക്കെ, നമുക്ക് തിന്നിട്ടങ്ങ് പയ്യങ്ങ് നടന്നേക്കാം. ഓക്കെ, നമ്മൾ പയ്യങ്ങ് നടക്കുന്നുണ്ട്. നമുക്കിവിടെ നിന്നങ്ങ് പയ്യെ നമുക്കൊരു പ്ലെയിൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ എന്തായാലും വീട് വയ്ക്കും. നമുക്ക് പയ്യെ എന്നിട്ട് വില്ലേജ് കണ്ടുപിടിക്കാം. ഓക്കെ, ഗൈസ്, നമ്മുടെ ചാനലിൽ എന്തായാലും ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. ഇതൊരു റൂയിൻഡ് പോർട്ടൽ. ഇതിൻ്റെ അകത്ത് ആ ചെസ്റ്റാണ്. ചെസ്റ്റ് നോക്കാമെങ്കിൽ എടുത്തേക്കാം. ഓക്കെ, 1 2 3 4 ഗോൾഡ് ബാർ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എടുത്തേക്കാം. പിന്നെ ഫ്ലിൻറ്റിൻ്റെ എന്തോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ചാനൽ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കണം ഈ ഒരു 2 മാസത്തിനുള്ളിൽ. പംകിനുണ്ട്. നമുക്ക് മറ്റേ കാറോട് പംകിനുണ്ടാക്കാം. അവിടെയും കുറേ വാട്ടർ മെലൺസ് ഇരിക്കുന്നത് നമുക്ക് വേണ്ട, എടുക്കണ്ട. നമുക്ക് പയ്യങ്ങ് നടന്നങ്ങ് പോയേക്കാം. ഈ റൂയിൻ്റെ ഓർഡറിൽ കണ്ടുപിടിച്ച ഒരു കാര്യം ഇതിൻ്റെ അടുത്ത് തന്നെ എവിടെയും വില്ലേജ് കാണും. അതാണ് ചെറിയൊരു ക്ലൂ. പക്ഷെ എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് മെയിൻ കുഴപ്പം. ഓക്കെ, പയ്യങ്ങ് നടന്നങ്ങ് പോയേക്കാം. ഇവിടെ ഷീപ്പ് നമുക്ക് തൽക്കാലം അതിനെ വെറുതെ അങ്ങ് വിട്ടേക്കാം. അയ്യോ ഇപ്പോൾ ചത്തേനെ. ദേ ഒരു കേവ്. അണ്ണാച്ചിയെ സോംബിയുടെ ബേബിയാനുണ്ട്. ആ സാധനത്തിൽ ഭയങ്കര സ്പീഡാണ്. സോംബിയുടെ ചെറിയ വെർഷനുണ്ട്. അതിന് എന്നാ സ്പീഡാന്ന് പറയുമോ? ഭയങ്കര സ്പീഡെന്ന് വെച്ചാൽ ഒടുക്കത്തെ സ്പീഡ്. നമ്മളെ പുറകെ കാണും. എനിക്ക് ഏറ്റവും ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സാധനം അത്. നമ്മളെ പയ്യെ നമ്മളെ ജംഗിളിൻ്റെ ഭയവും പയ്യെ അങ്ങ് മാറി വന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു നീല കളറ് കിളിയൊക്കെ പറഞ്ഞുണ്ട്.
ഇച്ചിരി വാട്ടർമെലൺ അങ്ങ് കഴിച്ചേക്കാം. വിശക്കുന്നുണ്ട്. വേഗം ക്യാരക്ടറിന് അങ്ങ് വിശക്കും. അതാണ് മൈൻക്രാഫ്റ്റിലെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ സ്പീഡിൽ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് വിശപ്പ് കൂടും. അത് ഏറ്റവും വലിയ കുഴപ്പം. അവിടെ കുറച്ച് ബാമ്പൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വെട്ടണ്ട. അവിടെ കുറച്ച് അധികം ബാമ്പ് കാണാൻ ഇവിടെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഓക്കെ, അതേ അവിടെ പൂച്ച ഉണ്ട്. പുള്ളിപ്പുലിയാണോ? പുള്ളിപ്പുലിനെ പോലെ ഇരിക്കുന്നുണ്ട്. അയ്യോ, പെട്ടോ? ഒന്നും കാണാനും പറ്റണല്ലോ. ഇതെങ്ങോട്ടേക്കാണ് പോകണത്? ഒരു ലക്കും ഇല്ലല്ലോ നമ്മളെങ്ങോട്ടാണ് പോകണേന്ന്. കുറേ ബാമ്പുണ്ട്. ഈ ജംഗിൾ വില്ലേജ് ചെന്നിട്ട് നമുക്ക് കുറേ ബാമ്പ് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ പയ്യെ ജംഗിളിൽ നിന്ന് ഇറങ്ങുന്നത് അതിന് കടലാണ് കാണുന്നത്. കടലാണെങ്കിൽ നമുക്ക് വൃക്കഡ് ഷിപ്പ് നമുക്ക് എടുക്കാം. അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേ ഒരു ബാമ്പുവിൻ്റെ കൂട്ടം. എന്തായാലും ഓർണം വെട്ടിയെടുത്തൊന്ന് പോയേക്കാം. ഇതൊക്കെ എന്നാ ലുക്കല്ലേ, നല്ല രസമുണ്ട് കാണാൻ. കൂടിക്കുറി കാണാൻ. ബാമ്പ് ഓർണം എടുത്തേക്കാം. പൊട്ടാത്തെ കൂട്ട്. ഓക്കെ, ബാമ്പ് ഓർണം കിട്ടുന്നുണ്ട്. അതേ അതും കൂടി അങ്ങ് എടുത്തേക്കാം. 8 ബാമ്പു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെച്ച് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് വയ്യ ഇവിടെ നിന്ന് നൈസായി കയറി പോയേക്കാം. ഓക്കെ, വയ്യ കയറി പോയേക്കാം. നമുക്ക് എന്തായാലും മൈനിങ് ചെയ്യണം. ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ നോക്കാം. വീഡിയോയുടെ ലെങ്ത് ഒരുപാടായിട്ടാണ് നമുക്ക് ബോറടിക്കും. ഇത്രൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്ത് ഡേർട്ട്? റൂട്ടഡ് ഡേർട്ട്. മറ്റേ വേര് പിടിച്ചിരിക്കുന്ന ഡേർട്ട് ഗൈസ്. ഒരു കേവിൻ്റെ അതിൽ പോകണോ? വേണ്ട. ഇപ്പം തന്നെ പോയിട്ടുണ്ടെങ്കിൽ സീനാവും. അവിടെ എന്തൊക്കെയോ ഉള്ളതാണൊക്കെ എനിക്ക് തോന്നുന്നു. പോകണ്ട എന്തായാലും. ചുമ്മാ വെറുതെ പ്രശ്നം മേടിച്ച് വെക്കണ്ട നമ്മുടെ കാലയിൽ. പിന്നെ പോകണ്ട. കുറേ വാട്ടർ. അയ്യോ, സ്കെലിട്ടൺ ഓടിയോ. അയ്യോ, അടിച്ച് സ്കെലിട്ടൺ അടിച്ച്. ഇവിടെ കുറേ കേവുണ്ട്. എന്തോരം കേവാ. അയ്യോ, നമ്മൾ പെട്ടെന്നാണ് തോന്നുന്നത്. കുറേ കേവുണ്ട് ഇവിടെ. ഏത് നമ്മൾ ഇങ്ങനെ വേഗത്തിലൂടെ നമ്മൾ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു. കുറേ സാൻഡുണ്ട്. ഈ സാൻഡൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഗ്ലാസ് പണിയാനായിട്ട് ഉപയോഗിക്കാം. സാൻഡൊക്കെ ഉണ്ടെങ്കിൽ ചാടി വേഗം പോയേക്കാം. നമുക്ക് ആ ഒരു വൂളിൻ്റെ കോട്ടനോടെ വെച്ചേക്കാം. വലിയ ആവശ്യം. നമ്മളിൽ ഒരു ബെഡ് ഉണ്ടല്ലോ. ഒരു ബെഡ് തന്നെ ധാരാളം. നമ്മൾ 748 ബ്ലോക്ക് വന്നു ഇപ്പോൾ. കോർഡിനേറ്റ്സ് നോക്കുകയാണെങ്കിൽ 700 800ആയി. ഫോണിൽ ചെറിയ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അതിൻ്റെ ശബ്ദമായിരുന്നു നിങ്ങളിപ്പോൾ കേട്ടത്. ബെഡ് വെച്ച് നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കേവ് ഉണ്ട്. നമുക്ക് അവിടെ അയൺ കാണാൻ പറ്റുന്നുണ്ട്. അയണും കൂളും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എടുക്കണോ? നമുക്ക് ഈ വീഡിയോയിൽ എടുക്കണമെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഇറങ്ങണ്ട. യാത്രയാവാറായ കണക്ക് തോന്നുന്നുണ്ട്. സേഫ്റ്റി എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, യാത്രയാവാറായിട്ടുണ്ട്. വേണ്ട, ഇറങ്ങണ്ട. ഇന്നിറങ്ങിയാൽ ചിലപ്പോൾ ഡേഞ്ചർ ആവും. നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ നോക്കാം. അപ്പോൾ സൈനിങ് ഔട്ട്. ഇറ്റ്സ് മീ TGS Gaming.